അപ്പോ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പൊ 2 ദിവസമായിട്ട് തൃശ്ശൂരുണ്ട്. പല മാധ്യമങ്ങളും ഇടുന്ന വാർത്തകൾ എന്ന് പറയുന്നത് തൃശ്ശൂരിനെ ഇളക്കിമറിച്ച് സുരേഷ് ഗോപി, ചുട്ട മറുപടി കൊടുത്ത് സുരേഷ് ഗോപി എന്നൊക്കെയാണ്. പക്ഷേ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ ഉള്ളടക്കമാണ്. കാരണം നമുക്ക് വേണ്ടത് കേരളത്തിന്റെ വികസനമാണ്. അതുപോലെ തന്നെ നല്ല ഒരു ഭാവിയിലേക്കുള്ള കേരളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇതുപോലെയുള്ള മറ്റ് 2 നേതാക്കൾ കൂടി, അതായത് ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, പിന്നെ നമ്മളുടെ സുരേഷ് ഗോപി, അവരുടെ പ്രസ്താവനകൾ ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളത് കൂടി അതിൽ നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. നമസ്കാരം. അപ്പോ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ തന്നെ ശശി തരൂർ, ഈ 3 പേരുടെ 2-3 ദിവസങ്ങൾക്കുള്ളിലുണ്ടായ സംഭാഷണങ്ങളിലെ ഉള്ളടക്കം, അതിലൂടെ ഭാവി കേരളത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട്, അതായത് BJP സംസ്ഥാനത്തും ഭരിക്കുന്നു, കേന്ദ്രത്തിലും ഭരിക്കുന്നു, അപ്പൊ ഡബിൾ എഞ്ചിൻ സർക്കാരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ആവശ്യകത എന്താണ് എന്ന് വ്യക്തമാക്കി തരുന്ന ചില വെളിപ്പെടുത്തലുകളാണ് നമ്മളുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നടത്തി ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇല്ലാതെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കി എന്നുള്ള മറ്റൊരു സത്യാവസ്ഥ. ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതായത് അതിൽ ആദ്യം നമുക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം ഇപ്പോ കരിങ്കിലിരുന്നുള്ള ചർച്ച, ആൽത്തറയിലിരുന്നുള്ള ചർച്ച, അങ്ങനെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന, എന്നാൽ അധികം രാഷ്ട്രീയം പറയാത്ത, പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയേണ്ട ഗതികേടാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ആഗ്രഹിച്ചിട്ടല്ല ഇതുപോലെയുള്ള സ്ത്രീകളും കുട്ടികളും എല്ലാം പങ്കെടുക്കുന്ന യോഗങ്ങളിൽ രാഷ്ട്രീയം പറയുന്നത്. പക്ഷെ അത് കേരളത്തിലെ സർക്കാരും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് മുന്നണി, അതായത് UDF എന്ന് പറയുന്ന മുന്നണിയും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വികസനം വരാൻ സാധ്യതയുള്ള പദ്ധതികൾ 2 ആ 2 പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതിന്റെ വേദന അദ്ദേഹം പങ്കുവെക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലമായിട്ടുള്ള ആ തൃശ്ശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം, അവിടെ നടത്താൻ പറ്റാത്ത ചില കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. അതിൽ ഏറ്റവും ചെറിയ ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് തൃശ്ശൂർ റൗണ്ടില് ഒരു 8 അടി ഉയരത്തില് മേൽക്കൂരയോട് കൂടിയ നടപ്പാത എന്ന് പറയുന്നത് അദ്ദേഹം നടപ്പിലാക്കാം എന്ന് പറഞ്ഞിട്ടും കോർപ്പറേഷനിൽ നിന്ന് യാതൊരു സഹകരണവും ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാല്, അദ്ദേഹത്തിന്റെ MP ഫണ്ട് വിനിയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം അതിന് തയ്യാറായിട്ടും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ, അത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള മെമ്പർമാരുടെ മുതൽ ഏറ്റവും താഴെയുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ മെമ്പർമാരുടെ മുതൽ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടിലാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് വ്യക്തമാക്കിയത്. അതായത് ഇവിടെ സുരേഷ് ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മൈലേജ് BJPക്ക് കിട്ടും എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാതെ, അല്ലെങ്കിൽ ആ പദ്ധതി വൈകിപ്പിച്ച്, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ ജനങ്ങൾക്ക് വികസനം അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. അതില് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു എന്താണ് നമ്മളുടെ ഫോറൻസിക് സയൻസ് റിസർച്ച് ലാബ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം, ആ സ്ഥാപനം എന്ന് പറയുന്ന, അദ്ദേഹം MP ആകുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തിൽ സംസാരിച്ച് പല രീതിയിൽ ഇടപെടലുകൾ നടത്തി തൃശ്ശൂർ കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിൽ സ്ഥലം വേണം, അതിൽ ചെറിയ തുക മുടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കിട്ടുന്നതിന് വേണ്ടി തൃശ്ശൂർ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ തൃശ്ശൂരിലുള്ള മറ്റ് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണോ അല്ലെങ്കിൽ കേരള സർക്കാരാണോ, ആ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ മറുപടിയും മുഖഭാവവും കണ്ടാൽ നോക്കാം എന്ന് പോലും അല്ല അതിന്റെ അർത്ഥം, അവരതിനുള്ള സ്ഥലം നൽകാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇത് കേരളത്തിലെ തൃശ്ശൂര് അദ്ദേഹം വിചാരിച്ചിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ മറ്റൊരു സ്ഥലത്തും
അതിന് അനുമതി കൊടുക്കാൻ സമ്മതിക്കില്ല, അതൊരു സമരമായി തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകും. എന്നിട്ട് സ്റ്റാലിനെ വിളിച്ച് പറയും പൊള്ളാച്ചിക്കോ അല്ലെങ്കിൽ കോയമ്പത്തൂർക്കോ എവിടേക്കാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ജയിച്ച മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരിക, അവിടെ കാര്യങ്ങൾ നടത്തി കാണിച്ച് ജനങ്ങൾക്ക് വേണ്ട വികസനം നൽകുക, അതിലൂടെ അതിന്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് ജില്ലകളിലും അതുപോലെ തന്നെ കേരളത്തിലും അതിന്റെ സാധ്യതകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് കൊടുക്കുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരിക്കും സ്വാഭാവികമായിട്ടും. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിലും അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ അവർക്ക് വോട്ട് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വോട്ട് കിട്ടിയ സ്ഥലത്ത് അതിന്റെ വികസനം എത്തിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലും ആ വോട്ട് നേടിയെടുക്കുക എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ലാതെ തപസ്സിരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ആരും ഈ വികസന പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോ ആ ഒരു സാധ്യത ഇല്ലാതാക്കുന്ന ഒരു ശ്രമം. അതുപോലെ തന്നെ എയിംസ് ആലപ്പുഴയിലാണ് അദ്ദേഹം പറയുന്നത്. കാരണം രക്തസാക്ഷികളുടെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ധാരാളം സമരങ്ങൾ നടന്ന സ്ഥലം, ഇപ്പോഴും വികസനത്തിലേക്ക് എത്താത്ത ഒരു ജില്ല എന്ന് പറയുന്നതിന്റെ പേരിൽ എയിംസ് എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹം ആലപ്പുഴയിൽ കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടത്തി അത് വിജയത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ നമ്മളുടെ സംസ്ഥാന സർക്കാർ അത് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതിനുള്ള കാരണം കൂടി അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ എയിംസ് എന്ന് പറയുന്ന പദ്ധതി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കേരളത്തിൽ വരുന്ന സമയത്ത് അതിന് കേരള സർക്കാർ സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നത്, അത് രണ്ട് പാർട്ടിയാണെന്നുണ്ടെങ്കിലും അതെ, യു ഡി എഫ് ആണെന്നുണ്ടെങ്കിലും അതെ, LDF ആണെങ്കിലും അതെ, അത് ട്രിവാൻഡ്രത്തെ കൊടുക്കുള്ളൂ എന്ന് അവർ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം LDF-ഉം UDF-ഉം എന്ന് പറയുന്നത്, അതിലത്തെ നേതാക്കൾ എന്ന് പറയുന്നത് ബിനാമി ഇടപാടിലൂടെ എയിംസിനുള്ള സ്ഥലം ഏതാണ് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് അതിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളും അവർ ബിനാമി ഇടപാടിലൂടെ വാങ്ങിയിട്ടിരിക്കുകയാണ്. ആ ലാഭം കൊയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് കൊടുക്കാനുള്ള ശ്രമം കേരള സർക്കാർ നടത്തുന്നത്, അതായത് സ്ഥലം കൊടുക്കാനുള്ള ശ്രമം. അപ്പോ അതൊരിക്കലും അനുവദിക്കില്ല. ആലപ്പുഴയിലല്ല എയിംസ് വരാൻ സാധ്യത, കേരള സർക്കാർ സ്ഥലം കൊടുക്കാനുള്ള പദ്ധതി ട്രിവാൻഡ്രത്തേക്കാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ എയിംസ് എന്ന് പറയുന്നത് തൃശ്ശൂർക്ക് വേണം എന്ന് അദ്ദേഹം വാശി പിടിക്കും. അതും അദ്ദേഹം ഒരു സമരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. കാരണം വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കേന്ദ്രത്തിൽ നിന്ന് പദ്ധതികൾ കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കാൻ സാധിക്കാത്തതിന്റെ വേദനയാണ് അദ്ദേഹം രോഷപ്രകടനമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ ഈ രണ്ട് വലിയ പദ്ധതികൾ കേരള സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മാത്രം വൈകിപ്പോകുന്ന അവസ്ഥ. എങ്ങനെ വന്നാലും നടത്തും, അതായത് കേരള സർക്കാർ സ്ഥലം കൊടുത്തില്ലെങ്കിലും അതെങ്ങനെ നടത്താൻ പറ്റും അല്ലെങ്കിൽ അതെങ്ങനെ ആരംഭിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അമിത്ഷാജിയുമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും എന്ന് തന്നെ അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ പോലും സ്ഥലം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമെങ്കിലും കേരള സർക്കാർ ചെയ്യണ്ടേ? ഇനി മറ്റൊരു കാര്യം, അതാണ് ഏറ്റവും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഓൾറെഡി UDF-ന്റെ MP ആയിട്ട് ശശി തരൂര് ഡൽഹിക്ക് പോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് 2011 എന്ന് പറയുമ്പോൾ രണ്ടാം UPA സർക്കാരിന്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അദ്ദേഹം വിചാരിച്ചിട്ട് നടക്കാതിരുന്ന, അതായത് കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു അനുമതി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു അനുകൂല നിലപാട് കിട്ടാത്തതിന്റെ പേരിൽ മാത്രം നടക്കാതിരുന്ന ഒരു പദ്ധതി രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട്, അതായത് ട്രിവാൻഡ്രത്ത് തോറ്റ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടിട്ട് ഇപ്പോ BJP സർക്കാർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് അനുമതി നേടി ഇപ്പോ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് ആ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മളുടെ TRIC എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അതായത് ട്രിവാൻഡ്രം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായ്മയാണ്. അതായത് കേന്ദ്ര സ്ഥാപനങ്ങൾ, റിസർച്ച് സ്ഥാപനങ്ങളായിട്ടുള്ള കേന്ദ്ര സ്ഥാപനങ്ങൾ 8 സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉടലെടുത്തിരിക്കുന്നു. അതായത് അവിടെ 8 സ്ഥാപനങ്ങൾ ഒരുമിച്ച് വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. മറ്റ് പല സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒരു ക്ലസ്റ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്.
അപ്പോ ഈ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാവുന്ന ജോലി സാധ്യതകൾ അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് ഇതെല്ലാം പെട്ടെന്ന് നടക്കും. അപ്പോ ആ ഒരു പദ്ധതിക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ മാതൃഭൂമിയിൽ വന്ന വിശദമായിട്ടുള്ള ഒരു വാർത്ത കാണിച്ചുകൊണ്ട് അതിൽ എനിക്കും ഭാഗമാകാൻ പറ്റി, കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കി ട്രിവാൻഡ്രത്തിന് കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു എക്സ്പോസ്റ്റ് ഇട്ടപ്പോ അതിന് മറുപടിയായി ശശി തരൂർ ഒരു എക്സ്പോസ്റ്റ് ഇട്ടിരിക്കുന്നു, നമ്മളുടെ രാജീവ് ചന്ദ്രശേഖരനെ ടാഗ് ചെയ്തുകൊണ്ട്. എന്താണ് ഇത്? 2011 രണ്ടാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഞാൻ ശ്രമിച്ചതാണ്, കേന്ദ്ര ഇടപെടൽ വേണ്ട ഒരു പദ്ധതിയായിരുന്നു അത്. ആ കേന്ദ്ര ഇടപെടൽ നടക്കാത്തതിന്റെ കാരണത്താൽ എനിക്കത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. എന്റെ ഇലക്ഷനിലെ എതിരാളി അല്ലെങ്കിൽ എന്റെ റൈവൽ അദ്ദേഹം അത് നടപ്പിലാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിനും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ശശി തരൂരിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അത് രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനെ അഭിനന്ദിച്ചു അല്ലെങ്കിൽ BJP-കാർക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ വരും എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇതിനു വേണ്ടി ടെക്നോക്രാറ്റുകൾ അല്ലെങ്കിൽ വിവരമുള്ളവർ, അതായത് നമുക്ക് ജനപ്രതിനിധികളായിട്ട് വേണ്ട എപ്പോഴും വിവരമുള്ളവരാണ്, വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ്, അത് നടപ്പിലാക്കാൻ കഴിവുള്ളവരെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരുന്നു ട്രിവാൻഡ്രത്തിന്റെ MP നേരത്തെ തന്നെ, അതായത് ഇപ്പോഴും അതെ. ഈ ശശി തരൂർ എന്ന് പറയുന്നത് അദ്ദേഹം ചിന്തിച്ച കാര്യം അത് നമ്മളുടെ രാജീവ് ചന്ദ്രശേഖറും അതേ രീതിയിൽ ചിന്തിച്ച് നടപ്പിലാക്കിയിരിക്കുന്നു. അപ്പോ ഡബിൾ എഞ്ചിൻ സർക്കാരാണെങ്കിലും കോൺഗ്രസിന്റെ കാലത്തൊന്നും നടക്കില്ല എന്നും തെളിയിക്കപ്പെട്ടു അവിടെ. അപ്പോ എത്ര ഗതികെട്ട അവസ്ഥയിലാണ് ഈ കേരളം. മറ്റ് സംസ്ഥാനങ്ങള് ജയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം മാറ്റിവെച്ച് അവരുടെ സംസ്ഥാനത്തിന് ആവശ്യമായ, ഇപ്പൊ ഈ പറയുന്ന കേന്ദ്രത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാലിൻ വരെ അവർക്ക് ആവശ്യമുള്ള പദ്ധതികൾ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ പോയി മോദിയെയും മറ്റ് മന്ത്രിമാരെയും കണ്ട് വളരെ അനായാസമായിട്ട് നേടിക്കൊണ്ടുവരുന്നുണ്ട്. അതായത് ജയിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ രാഷ്ട്രീയമില്ല, വികസനം മാത്രമേ ലക്ഷ്യമുള്ളൂ. ഇതൊക്കെ എന്നാണ് കേരള ജനത മനസ്സിലാക്കുന്നത്? അപ്പോ BJP ഒന്നും തടഞ്ഞു വെക്കുന്നില്ല, ഇവിടെ തോറ്റിട്ടും പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ട്രിവാൻഡ്രത്തെ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പൊ കേരള ജനത ഇനി ചിന്തിക്കേണ്ടത്, വികസനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, കേരളത്തിന്റെ വികസനമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ തന്നെ വരണം. അത് കേരളം മാറ്റി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ, അത് ഉദാഹരണത്തിലൂടെ 3 പ്രഗത്ഭ വ്യക്തികളുടെ ആ സംഭാഷണങ്ങളിലൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്.